ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നേട്ടമുണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർ ചെയ്യുന്ന ചില ട്രേഡിംഗ് മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ മെത്തേഡുകൾ മനസ്സിലാക്കുന്നത് വഴി റീറ്റെയിലേഴ്സിനും ഒരു പ്രയോജനം ഉണ്ടാകാതിരിക്കില്ല. വ്യക്തമായി മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് 2-3 ചാർട്ടുകൾ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം F&O സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് മുകളിലേക്ക് പോയി അല്ലെങ്കിൽ താഴേക്ക് പോയി അങ്ങനെയൊന്നുമില്ല. ഏത് സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്താലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ CDSL എന്ന് പറയുന്ന സ്റ്റോക്ക് ഏകദേശം 6% താഴേക്ക് പോയത്. നമുക്കിവിടെ കാണാൻ പറ്റും. അത് വളരെ നല്ലൊരു കമ്പനിയാണ് CDSL. പെട്രോനെറ്റ് LNG അതും ഏകദേശം ഒരു 6% താഴേക്ക് പോയത്. ടോപ്പ് ഗെയിനേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് സർവീസസ്, ചോള ഫിൻ എന്ന് പറയും. ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്കാണ് പോയത്. ഇന്നലെ ഒരു 5% മുകളിലേക്ക് പോയി. ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഒന്ന് ക്രോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഈ താഴെ ലെവലിൽ നിന്ന് വളരെ വലിയ ഒരു മൂവ്മെൻറ്റ് സ്റ്റോക്ക് നടത്തിയതിന് ശേഷം വളരെ ഷാർപ്പായിട്ട് താഴേക്കും പോയിട്ടുണ്ട്. നെറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഈ വർഷം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെറിയ ഒരു ലോസിലായിരിക്കും ഇപ്പോൾ നിൽക്കുക. ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇത് വരച്ചിട്ടില്ലേ, അതിന് താഴെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഫ്ലക്ച്വേഷൻസിൽ നേട്ടമുണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് F&O സെഗ്മെൻറ്റിൽ പെട്ട സ്റ്റോക്കാണ്. ഏകദേശം 225ഓളം സ്റ്റോക്കുകൾ F&O സെഗ്മെൻറ്റിലുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ അവർ ഇക്വിറ്റികൾ വാങ്ങിക്കൂട്ടുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസസും ഉണ്ട് കേട്ടോ. അപ്പോൾ പല മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലും ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാവാം. സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇക്വിറ്റികൾ വാങ്ങിക്കൂട്ടുന്നു. അതിനുള്ള പണം നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സ് SIP ആയിട്ടും ലംസമായിട്ടൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കുന്നു. സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ 3 രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 1 ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട്, 2 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട്, 3 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതി. കാരണം അവിടെ ബ്രോക്കറേജോ AMC ചാർജോ ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്നാൽ സ്റ്റോക്കിലും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ലോട്ട് ചോള ഫിന്നിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷനാണ്. നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നിന്ന് അവർ സെല്ല് ചെയ്യണമെന്നോ പറഞ്ഞ ലെവലിൽ നിന്ന് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നോ നിർബന്ധമില്ല. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കണക്കൊന്ന് പരിശോധിക്കാം. ഏകദേശം ഈ സ്റ്റോക്ക് 1650 ലെവലിലാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. നമുക്കൊരു 1600-ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഒരു ലോട്ട് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരിക്കലും ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഈ സ്റ്റോക്കിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല, ലോട്ടായിട്ടേ സാധിക്കൂ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ലോട്ട് സൈസ് ഉൾപ്പെടുത്തിയതെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ലോട്ട് എന്ന് പറയുന്നത് 625 ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. 625 നമ്മൾ ടൈപ്പ് ചെയ്തു. ഞാൻ ഓൺലൈനിൽ കാൽക്കുലേറ്റർ എടുത്ത് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിവിടെ 1600-ൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് താഴേക്ക് പോയിരിക്കുന്നത് 1190-ന് താഴെയാണ്. 1200 കൂട്ടാം നമുക്ക്. 1600 മൈനസ് 1200 400 പോയിൻ്റാണ് അല്ലേ. 625 ഇൻറ്റു 400 സമം 2,50,000 രൂപ. ഇത് ഒരു ലോട്ട് സെല്ല് ചെയ്യുന്ന ഒരാളുടെ പ്രോഫിറ്റാണ്. ഏകദേശം ഒരു പിക്ചർ മനസ്സിലായല്ലോ. ഇത് ഒരു സ്റ്റോക്കിൻ്റെ കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും വളരെ വലിയ റാലി നടത്തിയതിന് ശേഷം നോക്കുക, ഇവിടെ വലിയ റാലി നടത്തിയതിന് ശേഷം
ആ സ്റ്റോക്കുകളൊക്കെ തന്നെ താഴേക്ക് പോയിട്ടുണ്ടെന്നും ലക്ഷക്കണക്കിന് രൂപ ഓരോ സ്റ്റോക്കുകളിലും ഒരു ലോട്ട് ഫ്യൂച്ചർ സെല്ല് ചെയ്ത് തിരിച്ച് ബൈ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ ടോപ്പ് ഗെയിനേഴ്സാണ്. ഈ ചാർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല, അവിടുന്ന് താഴേക്കും പോയിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൻ്റെ സ്റ്റോക്കാണ്. ഞാൻ ഓരോന്നിൻ്റെയും ലോട്ട് സൈസും കാര്യങ്ങളും എടുത്ത് ചെക്ക് ചെയ്യുന്നില്ല. ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ടി വി എസ് മോട്ടോഴ്സ് വളരെയധികം മുകളിലേക്ക് പോകുന്നു, വളരെയധികം താഴേക്ക് പോകുന്നു. ഫ്യൂച്ചർ സെല്ല് ചെയ്യാനും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനും ഒരുപാട് മാർജിൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ആവശ്യമുള്ളതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സിന് ഇത് ചെയ്യാൻ സാധിക്കാറില്ല. ഗവൺമെൻറ്റിന് സാധാരണക്കാരോട് അത്രയധികം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഈ ലോട്ട് സൈസെങ്കിലും അവർ കുറയ്ക്കേണ്ടതാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ലോട്ട് സൈസ് കൂട്ടുകയും മാർജിൻ കൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാർജിൻ എന്ന് പറഞ്ഞാൽ ലീവറേജ് എന്ന് നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെയൊക്കെ ഒരു ലോട്ട് സെല്ല് ചെയ്യാനായിട്ട് 1.5 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം ഇങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഇത് മാറുന്നത്. റീറ്റെയിലേഴ്സ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഈ ക്യാഷ് അവർ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യണം. നമുക്ക് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കുകളും ഒക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് ഇതിന് പൈസ കണ്ടെത്താം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവിടെ ക്യാഷ് കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, 10 മുതൽ 20% വരെ ക്യാഷ് ഇവർ റിസർവായിട്ട് വെച്ചിരിക്കുകയാണ് എന്ന്. ഈ ക്യാഷ് പബ്ലിക് കൊടുക്കുന്നതാണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ്. ഇത് റിസർവായിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് വായിച്ചിട്ടുണ്ടാകും. ഇവർക്ക് ഈ ക്യാഷ് എടുത്തിട്ട് സുഖമായിട്ട് ഈ പ്രോസസ്സ് ചെയ്യാമല്ലേ. മാത്രവുമല്ല, ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റോക്സ് ഇവരുടെ കയ്യിലുണ്ട്. അതിന് എഗെയിൻസ്റ്റായിട്ടും ഇവർക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതായത് ബൈ സൈഡിൽ ഇവർക്ക് സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട്. ഈ ഭാഗത്തുനിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിയിരിക്കുന്ന ബൈ സൈഡിൽ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ ഫ്യൂച്ചർ ഇവർ സെല്ല് ചെയ്യുന്നു. ഇപ്പോൾ ഇക്വിറ്റിയിൽ ബൈ സൈഡിൽ സാധനമുണ്ട്, അപ്പോൾ അതിൻ്റെ അതേ സാധനം തന്നെ ഇവർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകൾ താഴേക്ക് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് നമ്മുടെ റീറ്റെയിലേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോഫിറ്റ് അവർക്ക് എടുത്തുകൂടെ? അവർക്കെടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോക്കിനെ മുകളിലേക്ക് കൊണ്ടുപോകാനും താഴേക്ക് കൊണ്ടുപോകാനും റീറ്റെയിലേഴ്സിന് ഒരിക്കലും സാധിക്കാറില്ല. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത് സാധിക്കും. അവരിപ്പം ഒരു സ്റ്റോക്കിൽ ബൈ എടുത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിൽ പോയിട്ട് ബൈ എടുക്കും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതും സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, കോർപ്പറേറ്റുകളാണ്. അവർക്ക് അതിനുള്ള ക്യാഷ് ഉണ്ട്, അതും പബ്ലിക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ റീറ്റെയിലേഴ്സിന് ഹെവി മാർജിൻ കാരണം ഈ പ്രോസസ്സ് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ മാസം ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ഏകദേശം 77,000 സംതിങ് രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 77,887 പ്ലസ് സംതിങ് കൂടിയുണ്ട് വേറെ ഒരു അക്കൗണ്ടിൽ ചെയ്തത്. അതിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഞാനിത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നാണ്, ഞാനിത് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു തന്നാണ് കേട്ടോ. ഹെവി റിസ്ക് ഉള്ള മേഖലയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. അതിനുള്ള കാരണങ്ങൾ, ഇതിൽ ഹെവി മാർജിൻ ആവശ്യമുണ്ട്. ഇപ്പോൾ മാർജിൻ വളരെ കൂടുതൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലോഡ് സൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ലോഡ് സൈസ് കുറച്ചിട്ട് സാധാരണക്കാരെ സഹായിച്ചുകൂടാ ഗവൺമെൻറ്റിന്? അവർക്കും ഈ മുകളിലെത്തുമ്പോൾ പലരും ടെക്നിക്കൽ അനാലിസിസും മറ്റുമൊക്കെ ചെയ്യുന്നവരാണ്. റീറ്റെയിലേഴ്സിന് അതറിയാം, ഒരുപാട് പേർക്ക് അതറിയാം. പലർക്കും ഇത് മനസ്സിലാകുന്നുണ്ട്. ഇത്രയും മുകളിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് റീറ്റെയിലേഴ്സിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഹ്യൂജ് മണി അവരുടെ കയ്യിലുള്ളതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുമുണ്ട്. നമ്മൾ ഏതൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും അത് താഴേക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സിനാരിയോ ഇപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉണ്ട്. പണ്ട് പിന്നെയും റീറ്റെയിലേഴ്സിന് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സാധിക്കാത്ത രീതിയിൽ ഗവൺമെൻറ് പുതിയ പുതിയ പോളിസികളൊക്കെ ഇറക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണും. വീക്കിലി എക്സ്പയറിയൊക്കെ മാറ്റി മന്ത്രിയാക്കി. എന്തായാലും ഒരുപാട് ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. റീറ്റെയിലേഴ്സിനോട് എന്തോ റിവഞ്ച് ഉള്ള പോലെയാണ് ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും റീറ്റെയിലേഴ്സിന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയുണ്ട്. അതായത് ചെറിയ ക്യാഷ് കാര്യങ്ങൾ വെച്ചിട്ട് റീറ്റെയിലേഴ്സിന് ക്യാഷ് ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടും ETF-ഉമാണ്. ഇവിടെ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറച്ചും കൂടി എടുത്തു പറയും. കാരണം ETF-കൾ മിക്കതും തന്നെ ഇൻഡെക്സ് ഫണ്ടുകളാണ്.
ഞാനിപ്പോൾ ഓരോ ചാർട്ടുകളും ഇങ്ങനെ എടുക്കുന്നുണ്ട്. ആക്സിസ് ബാങ്ക് ഒന്നും മോശമുള്ള കമ്പനിയല്ല, മോശമുള്ള ഒരു ബാങ്കല്ല. കണ്ടില്ല എത്രയധികം താഴേക്കാണ് മുകളിലേക്കും താഴേക്കും പോയിരിക്കുന്നത്. ഈ താഴേക്ക് പോകുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ സമയത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ. അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കാനും കൂടിയാണ് ഈ പറയുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഈ വലിയ മാർജിനും അല്ലെങ്കിൽ ലോട്ട് സൈസും മറ്റുമൊക്കെ കൂട്ടിയതൊക്കെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി അങ്ങനെ തോന്നുന്നു. പക്ഷേ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ പോർട്ട്ഫോളിയോയിൽ വരുന്ന ലോസുകൾ കൂടി വരുന്നത് നോക്കി നെടുവീർപ്പെടാൻ മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സിന് സാധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സമയത്തും നേട്ടമുണ്ടാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മ്യൂച്വൽ ഫണ്ടിൽ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സമയത്ത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടുകളിൽ, നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ട ETF-കളിലും ഇൻഡെക്സ് ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഏറ്റവും അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ്. അതായത് ലാർജ് ക്യാപ്പിൽ, ഇപ്പോൾ നിഫ്റ്റി തന്നെ വേണമെന്നില്ല, ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കണം ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇന്നലെ തന്നെ കണ്ടതാണ്, നിഫ്റ്റി ഒരു റിക്കവറി മുകളിലേക്ക് പോയി. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നത് നിഫ്റ്റി 50 ആണ്, ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പ് അതിലും താഴെയാണ്, സ്മോൾ ക്യാപ്പ് അതിലും താഴെയാണ് റിട്ടേൺ തന്നിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, മാർക്കറ്റ് ക്രാഷായിരിക്കുമ്പോൾ, താഴ്ന്നിരിക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ്, വലിയ കമ്പനികളാണ്. ഞാനിങ്ങനെ ഓരോ സ്റ്റോക്കുകളെടുത്ത് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് നിങ്ങൾക്ക് ആ പിക്ചർ പിടികിട്ടി കാണും. ഈ സ്റ്റോക്ക് താഴേക്ക് പോകുന്നത് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്കോ എനിക്കോ ഒന്നും വലിയ ഐഡിയ ഒന്നുമില്ല ഇത് താഴേക്ക് പോകുമെന്ന്. പക്ഷേ ഇതിൽ ബൈ ചെയ്യേണ്ട എന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിച്ചാൽ ഇതിൽ ഒരുപാട് ബൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിന് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. നമുക്കൊക്കെ ഓരോ ലോക്കൽ ഗ്രൂപ്പുകളില്ലേ, ആ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അതുപോലെ അവർക്കും ഒരു ഗ്രൂപ്പ്, ഞാൻ ചുമ്മാ പറയുന്നതാണ്, ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. ടാറ്റ മ്യൂച്വൽ ഫണ്ടുകാരും HDFC മ്യൂച്വൽ ഫണ്ടുകാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. ബന്ധൻ മ്യൂച്വൽ ഫണ്ടുകാരും UTI മ്യൂച്വൽ ഫണ്ടുകാരും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. ഉണ്ടാവാം അല്ലേ. വലിയ വലിയ കോർപ്പറേറ്റുകൾ, വലിയ വലിയ കമ്പനിയുടെ ഹെഡ്സ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം ഇപ്പോൾ മണപ്പുറം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് വളരെയധികം താഴേക്ക് പോയി 52 വീക്ക് ലോ എല്ലാം ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ താഴേക്ക് പോയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഈ സ്റ്റോക്ക് റിക്കവറി ചെയ്ത് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുക എന്നുള്ളത് ഈ 230 മുകളിലേക്ക് പോകാൻ സർവ്വസാധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴല്ല, മാർക്കറ്റ് ഒരു ബൈ സൈഡ് വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വാർത്തകൾ വളച്ചൊടിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ക്രാഷ് ഉണ്ടാക്കുകയും അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഹാർഡായിട്ടുള്ള റൂൾസ് കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ് ചിലപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ മാർക്കറ്റ് ടേൺ ചെയ്ത് മുകളിലേക്ക് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കാണും. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എന്തായാലും അൾട്ടിമേറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് വളരെയധികം മാർക്കറ്റ് ക്രാഷ് ആയിരിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുക എന്നുള്ളതാണ്. സ്റ്റോക്കുകളിൽ നടത്താൻ ഞാൻ പറയുന്നില്ല, മ്യൂച്വൽ ഫണ്ടിലാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്തായാലും റിക്കവർ ആവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് റിക്കവർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആവണമെങ്കിൽ ആ സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈയിങ് വരണം. ഏത് സ്റ്റോക്കിലാണ് ആ ബൈയിങ് വരിക എന്നുള്ളത് നമുക്കറിയത്തില്ല. റിസൾട്ടും കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വരുമ്പോൾ ഇതാണ് റീറ്റെയിലേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിൽ നിന്ന് ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ എത്ര സ്റ്റോക്കിൽ ചെയ്യാൻ പറ്റും? എനിക്കൊരു സമയം 1-2 സ്റ്റോക്കിലൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തിരിഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ പണിയും കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഹെഡ്ജ് ചെയ്തിട്ടാണ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകാരും തീർച്ചയായിട്ടും ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പുട്ട് ഓപ്ഷൻസ് ഇവർ വാങ്ങി വെക്കുന്നുണ്ട്. അതെല്ലാം മ്യൂച്വൽ ഫണ്ടുകാരും ചെയ്യുന്ന പരിപാടിയാണ്. പുട്ട് ഓപ്ഷൻസ് മേടിച്ച് വെക്കും. അതിലവർക്ക് പ്രോഫിറ്റ് കിട്ടിയും ഈ പ്രോഫിറ്റ് ഒരിക്കലും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇക്വിറ്റിയിൽ ലാഭമുണ്ടെങ്കിൽ മാത്രം അവർക്കത് കൊടുത്താൽ മതി. ഈ പ്രോഫിറ്റ് ഇവർക്കെടുക്കാം. ഇങ്ങനെയുള്ള കളികൾ സുഖമായിട്ട് മ്യൂച്വൽ ഫണ്ടിന് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇങ്ങനെ ഒരു നിയമം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റെയിലേഴ്സിന് കുറച്ച് പ്രൊട്ടക്റ്റഡ് ആവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ബഞ്ച് ഓഫ് സ്റ്റോക്സ് ഉണ്ട്, മാർക്കറ്റ് താഴേക്ക് പോവുകയാണ് എന്ന് മനസ്സിലായി.
മ്യൂച്വൽ ഫണ്ടുകാർ നമ്മുടെ തന്നെ റിസർവ് മണിയുണ്ട്, അത് ഉപയോഗിച്ച് അത് ഫുൾ പൈസ ഇല്ല, 5% അത് അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 20% കൂട്ടിയാൽ മതി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പുട്ട് ഓപ്ഷനോ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല്ല് ചെയ്യുകയോ എന്തോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തുകൂടാ? അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നില്ല. അതായത് ഹെഡ്ജിങ് അല്ലേ. ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നു, അതിനനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടും താഴേക്ക് പോകുന്നു. നമ്മളത് കാണുന്നു, നമ്മൾ വിചാരിക്കുന്നു മാർക്കറ്റ് താഴേക്കാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഇതെല്ലാം താഴേക്ക് പോകുന്നു, ഞാനിത് ഇതിൽ അർഹനാണ്, ലാഭമൊന്നും ഇല്ല എന്നുള്ള ആ സമയത്ത് നമ്മുടെ തന്നെ പൈസ എടുത്തിട്ട് ഈ പുട്ട് ഓപ്ഷൻ്റെ കാര്യം അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് കുറേ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാർക്കറ്റ് 10% താഴേക്ക് പോയാൽ അതിലൊരു 5%എങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങൾ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഗുണം റീറ്റെയിലേഴ്സിന് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അവരെന്തായാലും ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്യാഷ് അവർ തന്നെ എടുക്കുകയാണ്, നമുക്ക് തരുന്നില്ല, എന്തായാലും തരുന്നില്ല. പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കയറി വരുന്നത്. അപ്പോൾ നല്ല ക്രാഷുകളിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നുള്ളൂ. അതായത് റീറ്റെയിലേഴ്സിന് കാരണം ഇതിനെ മുകളിലേക്ക് ഇവർ കയറ്റിക്കൊണ്ട് വരും. ഇപ്പോൾ നിങ്ങൾ കുറേ ചാർട്ടുകൾ കണ്ടു, അത് താഴേക്കുള്ളത് ഇതിൻ്റെ ചാർട്ട്, ഇനി തിരിഞ്ഞുള്ള ചാർട്ടുകൾ നമ്മൾ കാണും. കണ്ടില്ലേ, ഏതൊരു ചാർട്ട് എടുത്താലും അത് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ചാർട്ടല്ല. ഇപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്, വളരെയധികം മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം വളരെയധികം താഴേക്ക് പോകുന്നു. ഇവിടെയൊന്നും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു 12 മാസം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് നഷ്ടമാണ് ഉണ്ടാകുക. ഈ വീഡിയോയുടെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ ഉള്ള ടൂൾസ് മാർക്കറ്റിലുണ്ട്, എന്നാൽ അത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. നമുക്ക് അതനുസരിച്ച് ഒരു സൊല്യൂഷൻ വീഡിയോ നമുക്ക് ചെയ്യാം. ചാർട്ടുകൾ കാണുമ്പോൾ, പല ചാർട്ടുകൾ കാണുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് പല സ്റ്റോക്കുകളും താഴേക്ക് പോകുമെന്ന്. പക്ഷേ ക്യാഷിൻ്റെ അപര്യാപ്തത മൂലം പിന്നെ റിസ്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറച്ചും കൂടെ ഉറപ്പിൽ അത് ചെയ്യാനായിട്ടും അത് പറയാനായിട്ടും സാധിക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.